കോബിയും ലൂഫിയും ഷിപ്പിന്റെ മുകളിലോട്ട് പോകുന്നു. മുകളിൽ നിന്ന് ലൂഫി വരാതെ ശബ്ദമുണ്ടാക്കി ഷിപ്പിലെ പൈററ്റ്സ് എല്ലാവരും അലേർട്ട് ആവുകയും ചെയ്യും. അങ്ങനെ ലൂഫിയും മലയുടെയും ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് ലൂഫിയുടെ ശരീരം റബ്ബർ പോലെ വലിയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ അവന്റെ പവർ ഉപയോഗിച്ച് അലവിടയെ അടിച്ചിടുന്നു. ഇവിടെ നിന്ന് സീൻ കട്ടായി വേറൊരു ഭാഗത്ത് ഒരു സോർട്സ്മാൻ തിരി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവന്റെ പേരാണ് സോറോ. ഇതേ സമയമാണ് വേറൊരു സോർട്സ്മാൻ ഇവനിപ്പോ ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഈ സോറോ എന്ന് പറയുന്നത് വെറും നിസാരക്കാരനല്ല. നിസാര സമയം കൊണ്ടല്ലേ ആ സോർട്സ്മാനെ 2 കഷ്ണമാക്കി. അങ്ങനെ ലൂഫി കോബിയുമായി ഗ്രാൻഡ് ലൈൻ എന്ന മാപ്പ് അന്വേഷിച്ച് വേറൊരു ഐലൻഡിലേക്ക് പോകും. അപ്പോഴാണ് ലൂഫി അവന് എങ്ങനെയാണ് ഈ പവർ കിട്ടിയ കാര്യം പറയുന്നത്. അന്ന് കത്തിയുടെ മുഖത്തേക്ക് കുത്തിയ മുറിവ് ഷാൻസ് എന്ന് തുന്നി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ലൂഫി ആവട്ടെ അവന് പൈററ്റ് എന്ന് പറഞ്ഞ് ഷാൻസ് എടുത്ത് നല്ല രീതിക്ക് തന്നെ ദേഷ്യം പിടിച്ചോണ്ടിരിക്കുകയാണ്. ആ ദേഷ്യത്തിനാവട്ടെ ഷാൻസ് നിധിയൊക്കെ കൊണ്ടുവയ്ക്കുന്ന സ്ഥലത്തോട്ട് പോയി അവിടെ നിന്ന് ഒരു ചെസ്റ്റ് എടുക്കുന്നു. ആ ചെസ്റ്റ് തുറന്നു നോക്കുമ്പോൾ അതിലാവട്ടെ ഒരു വൈലറ്റ് കളർ ഫ്രൂട്ട്. ലൂഫി ആ ദേഷ്യത്തിന് ഒന്നും നോക്കാണ്ട് ആ ഫ്രൂട്ട് മുഴുവൻ ഇരുന്ന് കഴിച്ചു. ഇതേ സമയം ഷാൻസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ആ പൈററ്റ് ആവട്ടെ ഷാൻസിയുടെ മുമ്പിൽ പേരും പട്ടിഷോ. ഷാൻസ് ആവട്ടെ ഒന്ന് റിയാക്ട് ചെയ്യാണ്ട് അതൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൈററ്റ് പോയതിനു ശേഷം ഷാൻസിയും ക്രൂവും പൊട്ടിച്ചിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ലൂഫി ഒന്ന് ചൂടാവുന്നു. അതിനുശേഷം ആ പൈററ്റിന്റെ അടുത്ത് അടി ഉണ്ടാക്കാനായി പോകും. ആ സമയം ഷാൻസ് അവന്റെ കൈ പിടിച്ച് വലിച്ചപ്പോഴാണ് അവന്റെ കൈയുടെ റബ്ബർ പോലെ വലിഞ്ഞു പോകുന്നത്. ഇത് കാണുന്ന എല്ലാവരും ഷോക്ക് ആവുന്നു. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ആ ഫ്രൂട്ടിന്റെ പേരാണ് ഡെൽ ഫ്രൂട്ട്.